ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എന്നോട് പറഞ്ഞു ഇഞ്ചി ഗ്രോ ബാഗിൽ നടുന്നതൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇഞ്ചി വിത്ത് എങ്ങനെയാണ് ഗ്രോ ബാഗിൽ ചകരിച്ചോറിനകത്ത് നടുന്നതെന്നുള്ളത് ഞാൻ ഇന്നിവിടെ കാണിക്കാം. അതിനാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഹൈമാവതിയാണ്. ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരെയും കമൻറ്റും എല്ലാം ഞാൻ ദിവസവും കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ സന്തോഷവും എന്നോടുള്ള ആ ഒരു പെരുമാറ്റവും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷത്തോടെയാണ് ഞാനുള്ളത്. എന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും സന്തോഷത്തോടെ പറയുന്നു. എന്നെ ഒത്തിരിയധികം സ്നേഹിക്കുന്നവരുണ്ടെന്ന് ഞാനിപ്പം മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യങ്ങൾ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളെല്ലാം എനിക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ദൈവം ഒരു ദിവസം വിളിച്ചാൽ നമ്മൾ ഒരു ദിവസം ദൈവത്തിനെ വിളിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങളെനിക്ക് കാണിച്ചു തരുന്നതും നിങ്ങളെനിക്ക് പരിചയപ്പെടുത്തി തന്നതും നിങ്ങളെനിക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പറയുന്നതും എനിക്ക് സന്തോഷം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നും നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം. എനിക്കിപ്പം സബ്സ്ക്രൈബർ ആകുന്നുണ്ട്. പിന്നെ വാച്ചവർ കുറച്ചും കൂടി ആയി. അങ്ങനെ നിങ്ങളെ ഒരൊറ്റ ഇതുകൊണ്ടാണ് എനിക്കത് അങ്ങനെ കൂടി വരുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളോട് എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഞാൻ ഇനി ആ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇതാണ് ചകരിച്ചോറ്. ഇതെല്ലാം കൂടി ഞാനിവിടെ കുഴച്ച് വെച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ കുമ്മായം, ചകരിച്ചോറ്, പിന്നെ ഇപ്പോൾ ജൈവവളം, പിന്നെ വേപ്പും പിണ്ണാക്ക്, പിന്നെ കുറച്ച് വെണ്ണീരും കൂടി ഇടാം. കുറച്ചുകൂടി ഇട്ടു. അത്രയും ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ കുഴക്കുക. ഞാൻ പൊതിർത്ത് വെച്ചതാണ്, നേരത്തെ കുഴച്ച് വെച്ചതാണിത്. ഇത് കണ്ടോ, ഇതുണ്ടോ? ഇതിങ്ങനെ നല്ലപോലെ കൂട്ടി കുഴച്ച് വെക്കുക. ഇതാണ് ചകരിച്ചോറ്. ഇത് എന്തെല്ലാമെന്ന് വെച്ചാൽ ചകരിച്ചോറ്, കുമ്മായം, എല്ലുപൊടി, പിന്നെ വേപ്പും പിണ്ണാക്ക്, പിന്നെ കാലിവളം, പിന്നെ കുറച്ച് ചാരം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുഴച്ചിട്ടാണ്. ഇതെല്ലാം കൂടിയാണ് ഇതിൽക്കൂടെ ആക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് ചാക്കിൽ ഗ്രോ ബാഗിൽ നിറക്കട്ടെ. ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് ഇഞ്ചി വിത്ത് നടലാം. ഇത് ഇഞ്ചി വിത്ത് ഇത് ഇഞ്ചി വിത്ത് മുളപ്പിച്ചതാണ്. മുളപ്പിച്ച ഇഞ്ചി വിത്തായത് അല്ല. ഇത് ഞാൻ ഗ്രോ ബാഗിലേക്ക് നടാൻ വേണ്ടിയിട്ട് പോകുന്നതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വാരി നിറക്കട്ടെ. ഇതൊരു പകുതി പോലെ വാരി നിറക്കുക. ഇതെല്ലാം കൂടി കുഴച്ച് നല്ല വൃത്തിയിൽ നനച്ച് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം പഴയ ചകരിച്ചോറും ഉണ്ടായിരുന്നു, നട്ട ചകരിച്ചോറും കുറച്ച് പുതിയ ചകരിച്ചോറും കൂടി ഇട്ടിട്ടാണ് ഇപ്പം ഇത് നരയ്ക്കാനാക്കിയിട്ടുള്ളത്. ഇതിൽക്കൂടെ നറക്കാനാക്കിയിട്ടുള്ളത്. ഇത് എന്താ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ട് നടുന്നത് കാണിച്ചു തരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പം ഇതിടാൻ കാരണം. എന്നാൽ അവർ കണ്ടോട്ട് ഇങ്ങനെയാണ് ചകരിച്ചോറ് ഇഞ്ചി വരുന്നത്. എന്താ ഇതെല്ലാവരും ഇനിയിപ്പോൾ ഇത് മഞ്ഞൾ നട, ചേമ്പ് നട, എല്ലാ സാധനവും നമുക്ക് നടുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പം തൽക്കാലം നിറച്ചൊന്നും വേണ്ട. ഒരു അര പോലെ ഇട്ടാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൈവെള്ളം കൊടുക്കുമ്പോൾ വളം ഇടണം. ഇനി കുറച്ച് കഴിയുമ്പോൾ ആദ്യം കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ വണ്ണം വെക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പം കുറച്ചേ ഇടുന്നില്ലൂ. വേണ്ട, ഇത് കൂടി വാരി നിറച്ചേക്കാം. ഇപ്പം 4 ബാഗിലേക്കാണ് ഞാനിപ്പം നിറച്ചിട്ടുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് നട്ട് തരാം. ഈ ചകിരിച്ചോറിൽ നട്ടാലെന്ന് അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ
ചകിരിച്ചോറ് നട്ടാലെന്ന് വെച്ചാൽ നമുക്ക് ഈ മണ്ണിൽ ചാക്കിൽ ഈ ബാഗിൽ മണ്ണിട്ട് നിറച്ച് കഴിഞ്ഞാൽ അതവിടെ കുറച്ച് ലേശം 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ഉറച്ചിട്ട് പിന്നെ വേര് മുന്നോട്ട് ചായില്ല, വേരങ്ങോട്ട് കുത്തോട്ട് പോവില്ല. അന്നേരം നമുക്ക് അനുഭവം കിട്ടില്ല. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ഇങ്ങനെ വട്ടത്തിൽ കീയാനുള്ള കിഴങ്ങ് കീയാൻ വേണ്ടിയിട്ട് ഇഞ്ചി കീയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് കിട്ടും. ഈ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാണകം കലക്കി കൊടുത്താൽ ഒരാഴ്ചക്ക് ഒരിക്കൽ കുറച്ച് നമ്മൾ ഈ പിന്നെ പഞ്ചഗവ്യം പോലുള്ള ചാണകത്തിനെ കൊണ്ട് ആക്കി വെക്കുന്നില്ലേ, കലക്കി വെച്ചിട്ട് പിണ്ണാക്കും അതെല്ലാം കൂടി ഒരാഴ്ച ഇതിന് കുറേ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കിലോ 5 കിലോ പൊരിക്കാം ഒരു ചാക്കിലാക്കി. ഇത് നട്ടേ ഇത് നടാം. മരുന്ന് കാണിച്ചു തരാലോ. ഇതാ ഇത് മുളച്ച ഇഞ്ചിയാണേ. ഇതാ മുളച്ച ഇഞ്ചി ആയിട്ട് കണ്ട മുളച്ചിട്ടുണ്ട, മുളപ്പിച്ചതാണ്. ഇത് ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ നടുക. ഇതിൽ 2 എണ്ണം നടാം. ഈ വലിയ ചാക്കിൽ ഒന്ന് നട്ടാൽ മതി. എന്നാലും 2 എണ്ണം നട്ടാൽ അത്രയും വലിയ ചാക്കാണല്ലേ ഇത്. വലിയ വേഗിലാണെങ്കിലും നടാം. ഇത് ചാക്കാണ്, അത് വേഗല്ലേ, അതിൽ 2 എണ്ണം നടാം. വലിയ വേഗമാണ്, ചെറിയൊന്നേ വേണ്ടു. ഇതാണ് ഇത്. ഇതിൽ ഓരോന്ന് നടാം. ഇത് ഓരോന്നേ വേണ്ടു. അത് ഒക്കെ നടുക്ക് നടുക. ഓരോന്ന് നടുന്നത് ഒക്കെ നടുക്ക് നടുക. മറ്റേത് 2 സൈഡിലായിട്ട് നടുക. ഒപ്പരം നടത് കുറച്ച് ദൂരെയാക്കി നടണം. എന്നാൽ മാത്രമേ അത് പിന്നെ വളർന്ന് കിട്ടും. അത് കുറച്ച് ചെയ്യാനുള്ള ഇത് വേണ്ടേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടും എൻ്റെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഞാനിപ്പം ഇതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ഓരോന്നും എന്താ വേണ്ടത് വെച്ചാൽ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് ചെയ്ത് കാണിച്ചു തരും. എനിക്ക് നിങ്ങളെ സൗകര്യം മാത്രമേ വേണ്ടൂ. നിങ്ങൾ മാത്രം എപ്പോൾ നിങ്ങൾ എൻ്റെ മക്കളാണ്, എൻ്റെ പിന്നെ സഹോദരങ്ങളാണ്, എൻ്റെ പിന്നെ അമ്മമാരുണ്ടെങ്കിൽ അമ്മമാർ, അമ്മാവന്മാരുണ്ട് അമ്മാവന്മാരും എല്ലാവരുമാണ്. എല്ലാവരും എനിക്ക് വലുതാണ്. നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. ഇപ്പം എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നിങ്ങളില്ലോ എനിക്ക് നിങ്ങളെ ആ ഒരു ധൈര്യവും ഓരോ കമൻറ്റും കാണുമ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ പേടിക്കണ്ട അമ്മയെന്ന് പറയുമ്പോൾ ഓരോരാളും അമ്മയെന്ന് വിളിച്ചിട്ടില്ല ആ ഒരു ഇതും. പിന്നെ എന്തെന്നും ആ പറയുന്ന ഒരു കമൻറ്റ് കേൾക്കുമ്പോൾ തന്നെ എനിക്കത് വായിച്ചാലും മതിയാവില്ല. 100 തവണയാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങളെ ആ വിളിയും ആ ഒരു സ്നേഹവും ഓരോരാളെ സ്നേഹവും കാണുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. സന്തോഷം കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരിക്കലും 2 വട്ടം പറഞ്ഞപ്പോൾ ഒരു ദിവസം 100 തവണ പറയണം. ഒരു ദിവസം ഇവിടെ ആര് വരുന്നുണ്ടെങ്കിൽ അവരോടെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഒരാളോട് മാത്രമല്ല, ആര് വന്നാലും ഞാൻ അവരോടെല്ലാം ഇങ്ങനെയാണ് ഉള്ളതെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. അത്രയും സന്തോഷത്തിലാണ് ഞാനുള്ളത് ഇപ്പോൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ സഹായം ഉണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ പിന്നെ കമൻ്റ് തന്നെയും ചെയ്യുക. ഞാൻ ചെയ്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറയണം. പിന്നെ എനിക്ക് പറയുന്നതിലോ മറ്റേ ഞാൻ ചെയ്യുന്നതിലോ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ വയസ്സിൻ്റെയും പ്രായാധികവും അസുഖവും എല്ലാം കൂടി ആയതുകൊണ്ടാണ് എനിക്ക് പിന്നെ ചില സമയത്ത് പറയുന്നത് വിട്ടുപോകുന്നു. അത് നിങ്ങൾ ക്ഷമിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ പിന്നെ എല്ലാവരും എനിക്ക് എല്ലാവരും ഞാൻ എൻ്റെ ഇത് തീരുന്നവരെ കാണണം. നിങ്ങൾ തീരുന്നവരെ കണ്ടാലേ എനിക്ക് വാച്ച് അവർ കിട്ടുള്ളൂ. വാച്ച് അവർ കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ സഹായം എപ്പോൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെപ്പോൾ ഉണ്ടാവണം. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. ഇന്നിപ്പോൾ അതേപോലെ എൻ്റെ പയറിൻ്റെ സൂക്കേടുള്ള ഇന്ന് രാവിലെ കുറച്ച് ആ ഒരു പിന്നെ ഒരു കൊട്ട പോലെ ഉണ്ടാക്കുന്ന ഒരു അതിന് പറയുക ഇതാ പറയാം, ഒരു കറുത്തൊരു ഉറുമ്പുണ്ട് മരത്തിൻ്റെ മേലെല്ലാം കൊട്ടക്കൂടി ഇട്ടിട്ട്, അത് വല്ലാത്തതാണ് സാധനം. അത് വന്നിട്ട് ഇന്നിപ്പോൾ എൻ്റെ പയറുമ്പോൾ കയറിയിട്ട് രാവിലെ നോക്കുമ്പോൾ എൻ്റെ കൂരം പോലെ ഇങ്ങനെ ആക്കി വെച്ചത്. അപ്പാടെ ഞാൻ അടത്തിക്കളഞ്ഞ് അടിച്ചിട്ട് അതിനിപ്പോൾ ഞാനൊരു മരുന്നടിക്കാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെ പയറിന് ഉറുമ്പ് വരുന്നതിന് കാണുന്നുണ്ട് ആ മരുന്നുണ്ട് ഞാൻ അവിടെ ആക്കി വെച്ചിട്ട് അതും ഞാനിപ്പം ആക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഞാനിന്നിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പം തൽക്കാലം ഇന്നത്തെ വീഡിയോയുടെ ഈ വീഡിയോയുടെ സമാപിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പിന്നെ നാളെ ഇന്നത്തെ ഒരു വീഡിയോ ഇനി ഒരു വീഡിയോ ഇടുന്നവരെ നമുക്ക് നമസ്കാരം, ഹൃദയം നിറഞ്ഞ നമസ്കാരം, എൻ്റെ അനുഗ്രഹാശംസകൾ.